ആലുവ എടയാറിലെ അറവ് മാലിന്യ സംസ്കരണശാലയിൽ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായതോടെ സമീപത്തെ വ്യവസായശാലകളിലെ ജീവനക്കാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. അറവ് മാലിന്യങ്ങൾ അസംസ്കൃതമായ വസ്തുവായി ഉപയോഗിച്ച കോഴിത്തീറ്റയും ഓയിലും ഉൽപ്പാദിപ്പിക്കുന്ന അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന കമ്പനിക്കെതിരെയായിരുന്നു പ്രതിഷേധം. എടയാറിലെ അറവ് മാലിന്യ സംസ്കരണശാലയിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമായതോടെ ഇരിക്കപ്പൊറുതി ഇല്ലാതായെന്നാണ് നാട്ടുകാരും സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പറയുന്നത്. പ്രതിദിനം 30 മെട്രിക് ടണ്ണോളം അറവ് മാലിന്യം അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ ശേഷിയുള്ളതാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന വ്യവസായശാല. എന്നാൽ ഇവിടെ എത്തുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കാത്തതാണ് പരിസരമാകെ ദുർഗന്ധം പരത്താൻ കാരണമെന്ന് സമീപത്തെ വ്യവസായ സ്ഥാപനമായ ACPLലെ ജീവനക്കാരൻ മുഹമ്മദ് അലി പറയുന്നു. കോഴി വേസ്റ്റ് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അവിടെ നിന്നും വരുന്ന രൂക്ഷമായ ദുർഗന്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബയോഫിൽറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടപ്പിലാക്കി ഈ ദുർഗന്ധം പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ACPL, സൂട്ട്കെമി തുടങ്ങി സമീപത്തെ വ്യവസായശാലകളിലെ 300ഓളം ജീവനക്കാരാണ് ദുർഗന്ധം മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കടുത്ത ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നും അവർ പറയുന്നു. അതേസമയം തങ്ങളുടെ സ്ഥാപനം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും PCBയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചിട്ടെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുവെന്ന് വ്യക്തമായതിനാലാണ് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതെന്നുമാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട് കമ്പനിയുടെ വാദം. അടച്ചുപൂട്ടിയത് പെരിയാറിലേക്ക് ഒഴുകുന്നുള്ള തെറ്റിദ്ധാരണ പരാതിയുടെ പുറത്തിലാണ് അടച്ചുപൂട്ടേണ്ടത്. വീണ്ടും അന്വേഷണം വന്നു, പൊല്യൂഷൻ കൺട്രോളിന്റെ എല്ലാ ഔദ്യോഗിക അന്വേഷണങ്ങൾ വന്നപ്പോൾ ഇത് തെറ്റാണ് തെളിയുകയും ചെയ്തു. കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. അവധി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വലിയ അളവിലാണ് കമ്പനിയിലേക്ക് മാലിന്യം എത്തുന്നത്. ഇത് ശാസ്ത്രീയമായി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതും ദുർഗന്ധ വ്യാപനത്തിന് കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.